കണ്ണൂർ ലൈറ്റ് ഹൗസിലേക്ക് വരുന്നവരെ കഴിവതും ചില്ലറ കൊണ്ടുവരിക കേട്ടോ. ഇവിടെ ഒരു ചില്ലറയില്ല. തിരിച്ച് ബാക്കി നമ്മളൊരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബാക്കി തരാനുള്ള ഒരു ഉന്മേഷവും കാണിക്കുന്നില്ല അവർ. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി വരുന്ന ആളുകൾ ചില്ലറ കൊണ്ടുവരിക. മറ്റു ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഞാൻ തിരിച്ച് തരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 100 രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇപ്പോഴത്തെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി. മരമല്ല, തെങ്ങായിരുന്നു തോന്നുന്നു. കണ്ടില്ലേ നമ്മുടെ പയ്യാമ്പലം ബീച്ചിൻ്റെ ആ പുലിമുട്ട് കാണുന്നതാണ്ട. പയ്യാമ്പലം ബീച്ചിൻ്റെ പുലിമുട്ട്, നമ്മുടെ കടൽ, അറബിക്കടൽ. ഇതിൻ്റെ പുറത്തുകൂടെ വരാൻ തോന്നും കേട്ടോ. അവിടെയൊക്കെ വന്നിരിക്കാൻ തോന്നും നമുക്ക്. ഈ ലൈറ്റ് ഹൗസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. കാരണം ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, ഒരുപാട് വലുതൊന്നുമല്ല കേട്ടോ അത്. അല്ല, ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. ആ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. അതിൻ്റെ മേലെ പോകണം നമുക്ക്. ഒരുപാട് പേരുണ്ട്, കപ്പിൾസും കാര്യങ്ങളൊക്കെ. ഇത് കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ ഒരു മിനി വേർഷൻ ഓഫ് കണ്ണൂർ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് മ്യൂസിയം കൂടി ഇവിടെ ഉണ്ട്. അതിനകത്ത് പ്രവേശനം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ കയറാം നമുക്ക്. കണ്ണൂർ ലൈറ്റ് ഹൗസ് മ്യൂസിയത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. ആ പഴയ ഒപ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസും വീഡിയോസൊന്നും അലൗഡ് അല്ല. ജസ്റ്റ് കാണുക. ഒരുപാട് കാഴ്ചകളുണ്ട് അതിനകത്ത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. മിസ്സായിപ്പോയി. വളരെ മോശമായിപ്പോയി. വളരെ മോശം. മേ ബി അതിൻ്റെ ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ കരുതിയിട്ടായിരിക്കും അവർ ഫോട്ടോസും വീഡിയോസൊക്കെ അലോ ചെയ്യാറ്. പക്ഷേ നമുക്ക് നഷ്ടമാണ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ. ഇതാണ് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസ്. ഈ 3 നില ബഹുനില കെട്ടിടത്തിന് ഉയരമുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂർ ലൈറ്റ് ഹൗസിൻ്റെ അകത്തെ കാഴ്ച. വേലൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെയർ ഒരുപാട് വേലൊക്കെ. ഇത് ഒരുപാടുണ്ട് കേട്ടോ സ്റ്റെപ്പ് കയറാൻ. ഈ ഒരു 3 നില കയറണ്ടേ. ഇതിനകത്തൊന്നും സംസാരിക്കാത്തത് കേട്ടാ നല്ലത്. നമ്മൾ ചെറുതായിട്ട് സംസാരിച്ചപ്പോൾ ഈ 3 നിലയും ഒരുമിച്ച് കേൾക്കും സൗണ്ട്. ഒന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താഴോട്ടുള്ള കാഴ്ച കാണണ്ടേ. ടാസ്ക്കാണ്. അതൊരു ടാസ്ക്കാണ്. കുട്ടി മണിക്കല്ലേ നല്ല കാറ്റാണ് കേട്ടോ. എൻ്റെ പൊന്നോ. കണ്ണൂർ ലൈറ്റ് ഹൗസ് എന്നുള്ള കാഴ്ച ഉണ്ട്. പോട്ടെ.
മെലിഞ്ഞവർക്ക് ഇതുവഴി ഈസിയായി ഇറങ്ങി പോരാൻ കേട്ടോ. ഇച്ചിരി കുത്തനായിപ്പോയി സ്റ്റെപ്പ്, അതാണ്. കുറച്ച് ചാരത്ത് പോയി കളി, ചെരിഞ്ഞ് നിൽക്കണം, എങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരുപാട് കുത്തനായിപ്പോയി. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ട എൻ്റെ പൊന്നോ. CCTV ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, സെക്യൂരിറ്റി പർപ്പസ്. ലൈറ്റ് ഹൗസിൻ്റെ വിൻഡോ വഴി കാണുന്ന കാഴ്ചയാണ്. പുറത്തുള്ള കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഇതിനകത്ത് ഇത് കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ, കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ഗജേന്ദ്രനുണ്ട്, ഇത് കുട്ടികളുടെ പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന പാർക്കാണ്. നല്ല കാര്യമാണ്. നമ്മളൊരു ഗജേന്ദ്രൻ, ഇതാരാണ്? പാമ്പാടി രാജനോ? പാമ്പാടി രാജൻ്റെ പ്രതിമയാണോ? ആണെന്ന് വിശ്വസിക്കാം. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണലത്ത് വന്നിരിക്കാം കേട്ടോ, ഈ ആലിൻ്റെ അടിയിലൊക്കെ. അലല്ല, മരത്തിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെയൊക്കെ എങ്ങനെ പോവാ? പുറത്തുകൂടിയാണെന്ന് തോന്നുന്നു, പോകേണ്ട. ശ്രമിച്ചു നോക്കാം.